Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 10 ചോദ്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു 5 ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ദെൻ PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ ക്ലാസ്സസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ 11ാമത്തെ ചോദ്യത്തിലോട്ടാണ് നമുക്കിന്ന് പോകണ്ടേ. ക്വസ്റ്റ്യൻ നമ്പർ 11 ഇതാണ്. വിച്ച് ഈസ് ഫോൾസ് വിത്ത് റെസ്പെക്ട് ടു ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് താഴെ പറയുന്നതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഇതാണ് നമുക്ക് നോക്കണ്ടേ. നമ്പർ 1, DRR, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, ഷുഡ് ബി ക്രിയേറ്റഡ് അറ്റ്ലീസ്റ്റ് 10% of the outstanding nominal value of debenture before commencing the redemption. Number 2, DRR investment should be made at least 15% of the nominal value of debentures proposed to be redeemed during the current financial year. Then retained earnings can be used for creating DRR. Number 4, balance in the DRR after completing the redemption of all debentures can be transferred to cap reserve account. ഇതാണ് 4 സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ നമുക്ക് നോക്കാം. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് നമുക്കറിയുന്നതാണ്. ക്യാപിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്ന പരിപാടിയാണ്. എന്താണ് റിഡംഷൻ? മീൻസ് റീപേയ്മെൻ്റ് ആണ്. കടം മേടിച്ചത് തിരിച്ചു കൊടുക്കുന്നു. അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഫിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റൂൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ റൂൾസ് എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് പറയാം. അതിനുശേഷം ഈ 4 സ്റ്റേറ്റ്മെൻറ്റിലോട്ട് കിടക്കാം. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ആകുമ്പോൾ നമുക്ക് റീറ്റെയിൻ ഏണിങ്സ് ആണ്. നമ്മൾ നീക്കി വെച്ചിട്ടുള്ള പൈസ, റീറ്റെയിൻ ഏണിങ്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, പൈസ എടുക്കുക. ഫ്രീ റിസർവ്, അതിൽ നിന്നാണ് നമ്മൾ എമൗണ്ട് കണ്ടെത്തുന്നത്. അതാണ് നമ്പർ 1. ദെൻ നമ്പർ 2 എന്ന് പറയുന്നത്, എത്രയാണോ നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് നോമിനൽ വാല്യൂ ഡിബഞ്ചറുടെ, അതിൻ്റെ 10% നിർബന്ധമായും ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് റിഡംഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ മാറ്റിവെക്കണം. ഇതാണ് നമ്മുടെ മറ്റൊരു റൂൾ എന്ന് പറയുന്നത്. കമ്പനി ലോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ റിഡംഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് 10% റിഡംഷൻ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട്, ഡിബഞ്ചറിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് നോമിനൽ വാല്യൂൻ്റെ 10% ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റിവെക്കണം. അതാണ് മറ്റൊരു റൂൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി 3ാമതായിട്ട് 15% റൂളുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ ഫിനാൻഷ്യൽ ഇയറും 30th ഏപ്രിലിന് മുൻപ് 15% നോമിനൽ വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സിന്റെ 15% ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട്, DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട്, DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട്, ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. അത് മെച്യൂർഡ് ആവും ആ വർഷം 31st മാർച്ചിന് മുമ്പ്. അപ്പോൾ അതാണ് മറ്റൊരു റൂൾ, 15% റൂളാണത്. പിന്നെ നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ആ പർപ്പസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന അതിൽ എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മളത് ജനറൽ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. ഇത്ര കാര്യങ്ങളാണ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റൂൾസ്. സോ ഇതൊക്കെയാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് അപ്പോൾ ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. നമ്പർ 1, DRR ഷുഡ് ബി ക്രിയേറ്റഡ് അറ്റ്ലീസ്റ്റ് 10% ഔട്ട് ഓഫ് ദ ഔട്ട്സ്റ്റാൻഡിങ് നോമിനൽ വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ബിഫോർ കമൻസിങ് ദ റിഡംഷൻ. കറക്റ്റ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു, റൂളാണ്, നിയമമാണ്. നിങ്ങൾ റിഡംഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ്, നിങ്ങൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് നോമിനൽ വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സിന്റെ 10% DRR അക്കൗണ്ടിലോട്ട്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റിവെക്കണം. കറക്റ്റാണ്. ഓക്കെ. ഇനി നമ്പർ 2, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് should be made at least 15% of the nominal value of debentures proposed to be redeemed during the current financial year.
ഞാനത് പറഞ്ഞു. 30th ഏപ്രിലിന് മുൻപ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ 15% നോമിനൽ വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സിന്റെ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട് മാറ്റണം. ദെൻ അത് 31st മാർച്ചിൽ അത് എന്താവും, മെച്ചൂർഡ് ആവും. അതാണ് മറ്റൊരു റൂള്, 15% റൂളാണ്, അതും കറക്റ്റാ. ദെൻ റിട്ടേൺ ഏർണിംഗ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് DRR. റിട്ടേൺ ഏർണിംഗ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക, അത് ശരിയാണ്. ദെൻ ബാലൻസ് ഇൻ DRRലെ ബാലൻസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് റിഡംഷൻ ഓഫ് ഓൾ ഡിബഞ്ചേഴ്സ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. അത് തെറ്റാണ്. ഞാൻ പറഞ്ഞു ജനറൽ റിസർവ് അക്കൗണ്ടിലോട്ടാണ് മാറ്റം, ക്യാപിറ്റൽ റിസർവ് അല്ല. അപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്. നമുക്ക് തെറ്റാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഫോൾ സ്റ്റേറ്റ്മെന്റ് ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ആൻസർ വരാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 11. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 12. ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്? റോങ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുക. വീണ്ടും റോങ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. 4 സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. നമ്പർ 1, സബ് ഡിവിഷൻ ഓഫ് ഷെയർസ് മീൻസ് converting large denominated shares into small denominated shares. Number 2, under subdivision of shares, number of equity shares will decrease without decrease in the share capital. Number 3, consolidation of shares means converting small denominated shares into large denominated shares. Number 4, under consolidation of shares, number of equity shares will decrease without decrease in the ഷെയർ ക്യാപിറ്റൽ. ഇതാണ് 4 സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ 2 കൺസെപ്റ്റ് പറയുന്നുണ്ട്, സബ് ഡിവിഷൻ ഓഫ് ഷെയർസും കൺസോളിഡേഷൻ ഓഫ് ഷെയർസും. എന്താണ് സബ് ഡിവിഷനും കൺസോളിഡേഷനും? സബ് ഡിവിഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കൺസോളിഡേഷൻ. ഇപ്പോൾ സബ് ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, 100 രൂപയുടെ ഒരു ഷെയറിൻ്റെ വില 100 രൂപയാണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുക, 10 രൂപയുടെ ഷെയർസ് ആയിട്ട് മാറ്റുന്നു. ഒരു ഷെയറിന് 10, അപ്പോൾ 100നെ 10 ആക്കുമ്പോൾ 10 ആയിട്ട് അല്ലേ ഡിവൈഡ് ചെയ്തു. ആദ്യം ഒരു ഷെയറിന് 100 രൂപയായിരുന്നെങ്കിൽ ഇപ്പം അത് ഡിവൈഡ് ചെയ്തു, എത്രയാക്കി, ഒരു ഷെയറിന് 10 ആക്കി. നമ്പർ ഓഫ് ഷെയർസ് അപ്പോൾ 10 ആയി. 10 നമ്പർ ഓഫ് ഷെയർസ് ആയിട്ട് ഇതിനെ മാറ്റി എന്നുള്ളതാണ് സബ് ഡിവിഷനിൽ നടക്കുന്നത്. കൺസോളിഡേഷനിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്, ഉൾട്ടാ. ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് 100 രൂപയായിട്ട് മാറ്റുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അതാണ് കൺസോളിഡേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. സബ് ഡിവിഷൻ ഡിവൈഡ് ചെയ്ത് മാറ്റുന്നു. ഇതാണ് രണ്ടിൻ്റെയും കൺസെപ്റ്റ്, നിങ്ങൾക്ക് അറിയുന്നതാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനി അതിനെ റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ എന്തെങ്കിലും ശരി തെറ്റുകളുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്പർ 1, സബ് ഡിവിഷൻ ഓഫ് ഷെയർസ് മീൻസ് കൺവേർട്ടിംഗ് ലാർജ് ഡിനോമിനേറ്റഡ് ഷെയർസ്, ലാർജ് ആണ് 100, ഇൻടു സ്മോൾ ഡിനോമിനേറ്റഡ് ഷെയർസ് 10 ആക്കി മാറ്റുന്നു. കറക്റ്റാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. നമ്പർ 2, അണ്ടർ സബ് ഡിവിഷൻ ഓഫ് ഷെയർസ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് വിൽ ഡിക്രീസ് വിതൗട്ട് ഡിക്രീസ് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ സബ് ഡിവിഷൻ ഓഫ് ഷെയർസിൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് എന്താണ്, കുറയും. ഇപ്പോൾ ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നത് ഇനി എന്തായിട്ട് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കുറയുന്ന പറയണം, വിതൗട്ട് ഡിക്രീസ് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ. ആക്ച്വലി ഇത് തെറ്റല്ലേ? ഇപ്പോൾ ആദ്യം 100 രൂപയുടെ ഒരു ഷെയർ ഉണ്ടായിരുന്നതാണ് സബ് ഡിവിഷനിൽ. സബ് ഡിവിഷൻ്റെയാണ് പറയുന്നത് 100 രൂപയുടെ ഒരു ഷെയർ. ഇപ്പോൾ ഒരു ഷെയറിന് 10 രൂപയായിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഇപ്പോൾ എത്ര ഷെയർ ഉണ്ടാവും? 10 ഷെയർ ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ് ഡിവിഷൻ നടക്കുമ്പോൾ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഡിക്രീസ് അല്ല, ഇൻക്രീസ് ആണ് സംഭവിക്കുക. ഇൻക്രീസ് ആണ് ഇവിടെ പറയുന്നത്, ഡിക്രീസ് ആണ്. ഷെയർ ക്യാപിറ്റൽ വ്യത്യാസം ഉണ്ടാവില്ല, ബട്ട് ഇക്വിറ്റി ഷെയർസിൻ്റെ നമ്പർ ഡിക്രീസ് അല്ല ഉണ്ടാവുക, ഇൻക്രീസ് ആണ്. ആദ്യം ഒരു ഷെയർ ഉണ്ടായിരുന്നു, ഇപ്പോൾ 10 ഷെയർ ആയിട്ട് കൂടി. ഒരു ഷെയറിൻ്റെ വില 10 രൂപ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതുകൊണ്ട് തന്നെ തെറ്റാണ്, അതാണ് ആൻസർ. അപ്പോൾ ദെൻ കൺസോളിഡേഷൻ ഓഫ് ഷെയർസ് മീൻസ് കൺവേർട്ടിംഗ് സ്മോൾ ഡിനോമിനേറ്റർ, 10 ഉള്ളത് ലാർജ് ഡിനോമിനേറ്റർ ആക്കുന്നു. കറക്റ്റാണ്. ദെൻ അണ്ടർ കൺസോളിഡേറ്റഡ് ഷെയർസ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് വിൽ ഡിക്രീസ്. കൺസോളിഡേഷനിൽ എന്താ സംഭവിക്കുന്നത്? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് വിൽ ഡിക്രീസ്. ആദ്യം 10 രൂപയുടെ 10 ഷെയർ ഉള്ളത് ഇപ്പോൾ 100 രൂപയുടെ ഒരു ഷെയർ ആയിട്ട് മാറ്റുന്നു, അതല്ലേ കൺസോളിഡേഷനിൽ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഡിക്രീസ് ആണ്. ആദ്യം 10 ഷെയർസ് ഉണ്ടായിരുന്നു, ഒരു ഷെയറിന് 10 രൂപ, അതിപ്പോൾ എത്രയാക്കി മാറ്റി? ഒരു ഷെയർ ആക്കി മാറ്റി. ഒരു ഷെയറിൻ്റെ വില 100 രൂപയ്ക്ക്. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് എന്തുണ്ടാവുക? ഡിക്രീസ് ആണ് സംഭവിച്ചത് അല്ലേ? അപ്പോൾ 4ാമത്തെ ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റ് വരുന്ന ഓപ്ഷൻ ബി ആണ്, അതാണ് ആൻസർ. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? കോസ്റ്റ് അക്കൗണ്ടിംഗ് ഈക്വൽ കോസ്റ്റിംഗ് പ്ലസ് ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് പ്ലസ് അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. Number 2, historical costing aims at ascertaining actual cost, whereas standard costing aims at cost control.
Marginal costing considers both fixed and variable costs for important decision making. Statement 1, 2 and 3 are correct. True. 1, 3 are true. 1 and 2 then only 1. ഇതാണ് ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. നമ്പർ 1, കോസ്റ്റ് അക്കൗണ്ടിങ് is equal to costing plus application of cost control methods plus ascertainment of profitability. കറക്റ്റ് അല്ലേ? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബ്രോഡ് ആയിട്ടുള്ളൊരു ഡിസിപ്ലിനാണ്. അതിൽ കോസ്റ്റിംഗ് വരും, ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി അസൈൻമെന്റ് കാര്യങ്ങളുണ്ട്, എല്ലാതും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമ്പർ 2, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എയിംസ് അറ്റ് അസർട്ടൈനിങ് ആക്ച്വൽ കോസ്റ്റ്. അതല്ലേ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗിൽ ആക്ച്വൽ കോസ്റ്റിനെ കണ്ടുപിടിക്കലാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലാണ് കോസ്റ്റ് കൺട്രോൾ അല്ലെ, വാരിയൻസ് ഒക്കെ നോക്കി കോസ്റ്റ് കൺട്രോൾ നടക്കുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലാണ്. അപ്പോൾ അതും കറക്റ്റ് ആണ്. ദെൻ മാർജിനൽ കോസ്റ്റിംഗ് എയിംസ് അറ്റ് ബോത്ത് ഫിക്സ്ഡ് ആൻഡ് വാരിയബിൾ കോസ്റ്റ്. അത് തെറ്റാണ്. നമുക്കറിയാം മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ വാരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ മെയിനായിട്ട് വാരിയബിൾ കോസ്റ്റിനെയാണ് കൺസിഡർ ചെയ്യുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ട്രൂ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. 1ഉം 2 ആണ് ട്രൂ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 14. Direct material rupees 15,000, direct labor 20,000, direct expenses 10,000, overhead 25,000. Calculate prime cost. Prime cost എന്ന് പറയുമ്പോൾ സമ്മേഷൻ ഓഫ് എന്തൊക്കെയാ? ഡിറക്റ്റ് മെറ്റീരിയൽ, ഡിറക്റ്റ് ലേബർ, ഡിറക്റ്റ് എക്സ്പെൻസസ്. നമുക്കിത് വേണ്ട, ഇൻഡയറക്റ്റ് ആണത്, ഓവർ ഹെഡ്സ്. അപ്പോൾ 15,000 + 20 35 + 10 45. ഓപ്ഷൻ ബി വളരെ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 15. EOQ ഈസ് 1000 units, ആനുവൽ റിക്വയർമെൻറ്റ് ഈസ് 12,000 units. ഓർഡർ ഇൻ്റർവൽ ക്വാണ്ടിറ്റി എത്രയാണ്? എത്ര ഓർഡറാണ് നമ്മൾ ചെയ്യുക? സാധാരണ EOQ കണ്ടുപിടിക്കാനാണ്. ഇവിടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എത്ര പ്രാവശ്യം ഓർഡർ ചെയ്യുന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1 month, 12 month, 3 month, 1.5 months. ഇതാണ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഈസി ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളൂ എത്ര പ്രാവശ്യം ഓർഡർ ചെയ്യുന്നുള്ളത്. 1000 units ആണ് EOQ പറഞ്ഞിട്ടുള്ളത്. ആനുവൽ റിക്വയർമെൻറ്റ്സ് 12,000 എന്ന് പറയുമ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സി അല്ലേ, 12,000 ആണ് ആനുവൽ റിക്വയർമെൻറ്റ്സ് ഡിവൈഡഡ് ബൈ EOQ. നമുക്ക് വേണ്ടത് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി 1000 ആണ്. 12,000 ഡിവൈഡ് ബൈ 1000 എന്ന് പറയുമ്പോൾ ആനുവൽ റിക്വയർമെൻറ്റ്സ് 12 ആണ് വരുന്നത്. അതിനെ മന്തിലോട്ട് മാറ്റുമ്പോൾ എത്രയാണ്? 1 month അല്ലെങ്കിൽ 30 days. ഓക്കെ, ആനുവൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ടോട്ടൽ അപ്പോൾ എന്താണ്? 12 ആണ്. അത് ഇയർലി, മന്തിലോട്ട് മാറ്റുമ്പോൾ 1 month അല്ലെങ്കിൽ 30 days. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരെ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 15. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങളും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. കൺസെപ്ച്വൽ ക്ലാരിറ്റി നിർബന്ധമായി നമുക്ക് വേണം. എന്നാൽ മാത്രമേ ഏത് ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വന്നാലും ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.